കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 29 നമ്മൾ ഇന്നലെ മുഴുമിപ്പിച്ചു. ഇന്ന് 30-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. വളരെ ദുഃഖവും വികാരഭരിതമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഭഗവാന്റെ സ്വർഗാരോഹണമാണ്. അപ്പോൾ നമ്മൾ 5 കൊല്ലമായിട്ട് ഭഗവാന്റെ കൂടെ തന്നെ നടക്കുകയാണല്ലോ. അപ്പോൾ ഭഗവാൻ ഇപ്പോൾ നമ്മളെ വിട്ടിട്ട് പോവുകയാണെന്ന് പറയണതിന് യാതൊരു അർത്ഥമില്ല. കാരണം ഭഗവാൻ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്കിലും ഭഗവാന്റെ ആ ദേഹം ഉപേക്ഷിച്ച് ഭഗവാന്റെ ശക്തിയെ ഭാഗവതത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഭഗവാന്റെ സ്വധാമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് പോണതാണ് ഇതിൽ. അപ്പോൾ നമുക്ക് അത് ഭക്തിയോടും ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടും നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം. അതിൻ്റെ രത്ന ചുരുക്കം ഒന്ന് ഞാൻ പറയാം. അതായത് ഇങ്ങനെ ഉദ്ധവോപദേശം കഴിഞ്ഞിട്ട്, ഭഗവാന്റെ ഉപദേശം കഴിഞ്ഞിട്ട് ഉദ്ധവർ പോയി എങ്ങടെ ബദരിയിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും അനേകം ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി ദ്വാരകയിൽ. അപ്പോൾ ഭഗവാൻ യാദവന്മാരോട് പറഞ്ഞു, അനവധി ദുർനിമിത്തങ്ങൾ പറഞ്ഞു. എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. ദ്വാരകാവാസികളോട് പറഞ്ഞു, നിങ്ങൾ ഉടനെ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകണം, എന്നിട്ട് നമുക്ക് അവിടെ പുണ്യകർമ്മങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട് സ്ത്രീകളും കുട്ടികളും, ചെറിയ കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും ഒഴിച്ച് എല്ലാവരും പ്രഭാസ തീർത്ഥത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് പല പുണ്യകർമ്മങ്ങളും ചെയ്തു. പക്ഷേ ഭഗവാന്റെ സങ്കല്പം യാദവന്മാരെ നശിപ്പിക്കണം എന്നാണല്ലോ, നമ്മൾ കണ്ടുല്ലോ ഈ ശാപത്തു നിന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് ആ ഭഗവാന്റെ സങ്കല്പം മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ. അപ്പോൾ ഭഗവാന്റെ ആൾക്കാർ തന്നെ ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായിട്ട് മദ്യപാനം ചെയ്തു. അവർ മത്തന്മാരായി. എന്നിട്ട് മാത്രമല്ല, വിവേകം നഷ്ടപ്പെട്ടിട്ട് തമ്മിൽ കലഹിച്ചു. എന്നിട്ട് അനവധി ആൾക്കാരെ പരസ്പരം വധിച്ചു, കൊന്നു അനവധി ആൾക്കാരെ. അസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞു, കയ്യിലത്തെ അസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന ഏരകപ്പുല്ലുകൾ, മറ്റേ ആ ഇരുമ്പൊലയ്ക്ക ഉരച്ചിട്ട് സമുദ്രത്തിൽ കലക്കിയപ്പോൾ അത് കരക്കണഞ്ഞ് ഉണ്ടായിട്ടുള്ള മൂർച്ചുള്ള ഏരകപ്പുല്ലുകൾ എന്താ പറയുക, ആയുധങ്ങളായിട്ട് ഉപയോഗിച്ച് അവിടെ എല്ലാ യാദവന്മാരും, ഭഗവാനും ബലരാമനും ഒഴിച്ച് എല്ലാ യാദവന്മാരും മരണപ്പെട്ടു. ബലരാമനും ആ ഭഗവത് സ്വരൂപം തന്നെ ധ്യാനിച്ച് സമുദ്രത്തിൽ തൻ്റെ അവതാരലീല ഉപസംഹരിച്ചു. ബലരാമനും പോയി. കാരണം ഭഗവാൻ പോകുമ്പോഴേക്കും അനന്തം പാമ്പായിട്ട് അവിടെ കിടക്കണമല്ലോ. ബലരാമൻ ആദ്യം പോയി. ഭഗവാനാവട്ടെ എന്താ ചെയ്ത, ഒരു ആൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എല്ലാ ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശ സ്വരൂപനായിട്ട് അവിടെ ഇങ്ങനെ ചെന്നിരുന്നു. അത്രയും മനോഹരമായിട്ടുള്ള രൂപത്തിൽ കേട്ടോ, നീലമേഘങ്ങളെപ്പോലെ പീതാംബരം ചുറ്റി മന്ദഹാസം പൊഴിച്ചുകൊണ്ട് സർവാഭരണഭൂഷിതമായിട്ടുള്ള ആ സ്വരൂപം ഉണ്ടല്ലോ, വളരെ മനോഹരമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഭാഗവതം. എന്നിട്ട് അവിടുത്തെ ഈ പാദകമലങ്ങൾ കണ്ടിട്ട് ഒരു വേടൻ അത് മൃഗത്തിൻ്റെ ഒരു ഇതാണെന്ന് കരുതിയിട്ട് ആ ഇരുമ്പൊലക്കയുടെ കഷ്ണം ഒരു കിട്ടിയിലോ, ഒരു മുക്കുവനെ അത് ഈ വേടന് കൊടുത്തുല്ലോ. ആ ഒരു ശരത്തിൻ്റെ, അതായത് ഈ ശരത്തിൻ്റെ മുകളിൽ അറ്റത്ത് വയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ആ ഇരുമ്പൊലക്കയുടെ അവശിഷ്ടം കൊണ്ടുണ്ടാക്കിയ ശരം കൊണ്ട് തന്നെ ആ വേടൻ ഭഗവാന്റെ കാലിലേക്ക് അമ്പയച്ചു. അപ്പോൾ ഓടി വന്നിട്ട് ഏത് മൃഗമാണ് വീണെന്ന് നോക്കാൻ വേണ്ടി ആ വേടൻ ഓടി വന്നപ്പോൾ ഭഗവത് സ്വരൂപം കണ്ടിട്ട് ഭയം കൊണ്ടും ദുഃഖം കൊണ്ടും ഭഗവാന്റെ പാദപത്മങ്ങളിൽ അങ്ങോട്ട് വീണ് ക്ഷമ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇതൊക്കെ എൻ്റെ സങ്കല്പമാണ്, അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട. എൻ്റെ സങ്കല്പം കൊണ്ടാണ് ഇത്, നിനക്ക് തന്നെ എന്നെ ഇങ്ങനെ ആ അമ്പോണ്ട് ചെയ്യാൻ തോന്നിയത്. അതുകൊണ്ട് എൻ്റെ
അനുഗ്രഹത്തോടുകൂടി നീയെ പുണ്യലോകം പ്രാപിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരു ദിവ്യ വിമാനം വന്ന് ആ വേടനെ വിമാനത്തെ കയറ്റിയിട്ട് ദിവ്യലോകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താണ് ഭഗവാൻ ഇത് ഉപേക്ഷിക്കണമല്ലോ. ദാരുകൻ സാരഥിയാണല്ലോ. ദാരുകൻ ഭഗവാനെ കാണാണ്ട് പേടിച്ച് ഓടി നടക്കുകയാണ്. അപ്പോൾ തുളസിയുടെ ഗന്ധം ഭഗവാന്റെ എപ്പോഴും മേലെ തുളസി ഉണ്ടാവുമല്ലോ, തുളസിയുടെ ഗന്ധം കേട്ടിട്ട് ആ സ്ഥാനത്തേക്ക് ഓടി ചെന്ന് നോക്കിയപ്പോൾ എന്താ, ഭഗവാൻ അതാ കാലൊക്കെ മുറിഞ്ഞ് ആ ആൽച്ചുവട്ടിലിരിക്കുന്നു. ഓടിച്ചെന്ന് ആ പാദപത്മങ്ങളിൽ നമസ്കരിച്ചു ദാരുകൻ. എന്നിട്ട് തൻ്റെ കണ്ണീര് കൊണ്ട് ഭഗവാന്റെ പാദമൊക്കെ കഴുകി. എന്നിട്ട് ഭഗവാന്റെ ആ ഒരു ഇരിപ്പ് കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. അപ്പോഴേക്കും അത് ആ സമയമാകുമ്പോഴേക്കും തന്നെ ആകാശത്തുനിന്ന് ഒരു വലിയൊരു തേര് വന്നു. എന്നിട്ട് ഭഗവാൻ ഉപയോഗിച്ചിരുന്ന ആ തേര് ആദ്യം പോയി. ആ ദിവ്യ ആയുധങ്ങളും ആകാശത്തിലേക്ക് ഉയർന്നു പോയി. ആ തേര അത് അവിടുന്ന് കൊണ്ടുവന്നതാണല്ലോ. ആ ദിവ്യ ആയുധങ്ങളും ആകാശത്തിലേക്ക് ഉയർന്നു. അങ്ങനെ അത് അപ്രത്യക്ഷമായി. അത് അപ്പം എന്നിട്ട് ദാരുകനോട് ദാരുകൻ്റെ രഥത്തിലാണ് വന്നത്. ആ രഥം സ്വർഗത്തു നിന്ന് വന്നതാണ്, അത് തിരിച്ചു പോയി. അപ്പോൾ ദാരുകനോട് പറഞ്ഞു. ദാരുകൻ ഇതൊക്കെ കണ്ടപ്പോൾ അത്ഭുതമായി. ആ തേര അങ്ങനെ ഉയർന്നു പോണത് കണ്ടപ്പോൾ അപ്പോൾ ദാരുകനോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനും പോവാണ്. എൻ്റെ ഈ ദേഹം ഉപേക്ഷിച്ചിട്ട് ദ്വാരകയിൽ ചെന്ന് വിവരം അറിയിക്കൂ. ഇനി ദ്വാരകയിൽ ആരും താമസിക്കരുത്. സമുദ്രം വന്നിട്ട് ദ്വാരക മുങ്ങുമ്പോൾ അതുകൊണ്ട് അവശേഷിക്കണ ദ്വാരകാവാസികൾ അർജുനോട് കൂടിയിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവാൻ പറയൂ. സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, വൃദ്ധന്മാരും, അവരൊക്കെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അർജുനൻ്റെ കൂടെ അയക്കൂ. എന്നിട്ട് അർജുനോടും വിവരം പറയൂ. ഇതൊക്കെ എൻ്റെ സങ്കല്പമാണ് എന്ന് അറിഞ്ഞിട്ട് ഒന്നിലും ആസക്തിയില്ലാതെ എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് അങ്ങും പരമശാന്തനായിട്ടിരിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പോവാണ്. അപ്പോൾ ദാരുകൻ ഭഗവാന്റെ ആജ്ഞ പ്രകാരം ദ്വാരകയിലേക്ക് മടങ്ങിപ്പോണത് വരെയാണ് ഈ 30-ാം അധ്യായത്തിൽ. ഇനി 31 അവിടെ എല്ലാവരും ഭഗവാനെ സ്വീകരിക്കാൻ അവതാരോദ്ദേശം കഴിഞ്ഞ് വരുമ്പോൾ വൈകുണ്ഠത്തിൽ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് 31-ാം അധ്യായം. അപ്പം നമുക്ക് 30-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശ സ്കന്ധം 30-ാം അധ്യായം. നമുക്കതിലേക്ക് കടക്കാം. രാജോവാച. രാജാവ് പറഞ്ഞു, പരീക്ഷിത് മഹാരാജാവ് പറയാണ്, തതോ മഹാഭാഗവത ഉദ്ധവേ നിർഗതേ വനം ദ്വാരവത്യം കിം അകരോത് ഭഗവാൻ ഭൂതഭാവന. അപ്പം ചോദിക്കണം പരീക്ഷിത് മഹാരാജാവ്, മഹാഭാഗവതേ ഉത്തമഭക്തനായിട്ടുള്ള ഉദ്ധവൻ തതഹ അവിടെ നിന്ന് വനം നിർഗതേ കാട്ടിലേക്ക് പോയതിനു ശേഷം, അതായത് ബദരിയിലേക്ക് പോയതിനു ശേഷം ഭൂതഭാവന സകല പ്രാണികളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകാപുരിയിൽ കിം അകരോത് അവിടെ ചെന്ന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. ആര്? പരീക്ഷിത്ത്. എന്താണ് ചോദിക്കണത്? ഹേ സുഖബ്രഹ്മർഷേ, അങ്ങ് പറഞ്ഞുവല്ലോ ഉദ്ധവൻ ഇത് പറഞ്ഞു പോയി എന്ന് പറഞ്ഞുവല്ലോ ബദരിയിലേക്ക്. അതിനുശേഷം ഭഗവാൻ ദ്വാരകയിൽ ചെന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. രാജോവാച തതോ മഹാഭാഗവത ഉദ്ധവേ നിർഗതേ വനം ദ്വാരവത്യം കിം അകരോത് ഭഗവാൻ ഭൂതഭാവന. ഭഗവാൻ പിന്നെ ദ്വാരകയിൽ പോയിട്ട് എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ബ്രഹ്മശാപോപസംസൃഷ്ടേ സ്വകുലേ യാദവർഷഭ പ്രേയസിം സർവനേത്രാണാം തനും സ കഥമത്യജത്. അപ്പം 2-ാമത്തെ ശ്ലോകം. സ്വകുലേ, തൻ്റെ കുലം ബ്രഹ്മശാപേന ബ്രാഹ്മണ ശാപത്താൽ അല്ലേ ആ മഹർഷിമാരുടെ ഉപസംസൃഷ്ടേ ദുഃഖിക്കപ്പെട്ടപ്പോൾ സ യാദവർഷഭ, ആ യാദവശ്രേഷ്ഠൻ സർവനേത്രാണാം സകലേന്ദ്രിയങ്ങൾക്കും പ്രേയസി വളരെ പ്രിയമായ തനും ശരീരത്തിനെ കഥം എങ്ങനെ
അത്യജത്. സ്വന്തം ശരീരത്തിന് എങ്ങനെയാണ് ഭഗവാൻ ത്യജിച്ചത് ചോദിക്കുകയാണ്. ഭഗവാൻ പോയി എന്നൊക്കെ നമുക്ക് കഥ അറിയാലോ. അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കുണ്ടായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യദുകുലം ബ്രഹ്മശാപത്തിന് അർഹമായില്ലോ. തുടർന്ന് ഈ സർവ്വലോകത്തിനെയും ആകർഷിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഭഗവാന്റെ ദേഹം ഭഗവാൻ എങ്ങനെയാണ് ത്യജിച്ചത് പിന്നെ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ആ അതിമനോഹരമായിട്ടുള്ള ആ രൂപം ത്യജിക്കാൻ എങ്ങനെയാണ് ഇടണ്ടായത് എന്ന് ചോദിക്കുകയാണ് പരീക്ഷിത് മഹാരാജാവ്. ബ്രഹ്മശാപോപസംസൃഷ്ടേ സ്വകുലേ യാദവർഷഭാം പ്രേയസീം സർവനേത്രാണാം തനും സകഥമത്യജത്. അതായത് യാദവന്മാരെ മുഴുവൻ നശിപ്പിക്കാതെ പറ്റില്ല ആ ശാപത്തിൻ്റെതനുസരിച്ചിട്ടേ. അപ്പോൾ ബ്രാഹ്മണ ശാപം ഭഗവാന് ബാധകമല്ല എങ്കിലും യാദവനായിട്ട് അവിടെ നിൽക്കാൻ പാടില്ലല്ലോ. മാത്രമല്ല അവതാരോദ്ദേശമൊക്കെ കഴിഞ്ഞുല്ലോ. അപ്പോൾ യദുകുലന്മാരുടെ മുഴുവൻ അലങ്കാരമായിട്ടുള്ള ആ ഭഗവാൻ, എല്ലാവരെയും ആകർഷിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് പിന്നെ ഈ ശരീരം അതിമനോഹരമായിട്ടുള്ള കമനീയ ദേഹം എങ്ങനെയാണ് ഉപേക്ഷിച്ച് പോയത്? ഭഗവാനതൊന്നും ബാധകമല്ല എങ്കിലും ഇനി ഭഗവാന്റെ ആ സ്വരൂപത്തിൻ്റെ വർണ്ണനാണ് ഒന്നും കൂടിയിട്ടോ. പിന്നെ പരീക്ഷിത് മഹാരാജാവേ പ്രത്യാക്രഷ്ടും നയനമബല യത്ര ലഗ്നം ന ശേഖു കർണാവിഷ്ടം ന സരതി തതോ യത് സതാമാത്മലഗ്നം യത് ശ്രീവാചാം ജനയതി രതിം കിന്നുമാനം കവീനാം ദൃഷ്ട്വാ ജിഷ്ണോർയുധി രഥഗതം യച്ച തത് സാമ്യ മീയുഹു. എന്താണ് ഈ വലിയൊരു ശ്ലോകമാണത്, ഭഗവാന്റെ വർണ്ണനാണ്. അപ്പം നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. എത്ര ലഗ്നം, ഏത് ദേഹത്തിൽ പതിഞ്ഞ നയനം കണ്ണിനെ പ്രത്യാകൃഷ്ടം അതിൽ നിന്നും തിരിച്ചെടുക്കാൻ അബലാഹ നാശേക സ്ത്രീകൾ ശക്തിയില്ലാത്തവരോ. അതായത് ഭഗവാനെ നോക്കിയാൽ പിന്നെ ഭഗവാനിൽ നിന്ന് കണ്ണെടുക്കാൻ ഒരു സ്ത്രീക്കും സാധിക്കില്ല. അങ്ങനത്തെ ഭഗവാൻ. അതായത് പറഞ്ഞില്ലേ, ഗോപികമാർ പറയൂലോ, എന്തിനേ ഞങ്ങൾക്ക് കൺപോളകൾ തന്നത് ബ്രഹ്മാവ്? കാരണം കണ്ണിങ്ങനെ ചിമ്മണ സമയത്ത് ആ ഒരു ചെറിയ ക്ഷണം ഭഗവാനെ കാണാതിരിക്കണ്ടേ എന്ന് പറയൂലോ. എന്തിനേ ബ്രഹ്മാവ് കൺപോളകൾ തരണ്ടിയിരുന്നില്ല, എന്നാൽ എപ്പോഴും കണ്ണുകൊണ്ടിരിക്കാലോ എന്ന് പറയും. അതാണ് അത്രയ്ക്ക് ഭഗവാനെ കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല എന്ന് പറയണതാണ് ഇതിൽ പറഞ്ഞത്. എത്ര ലഗ്നം നയനം പ്രത്യാകൃഷ്ടും അബലാഹ എന്ന ശേഖ. ആർക്കും കണ്ണെടുക്കാൻ, സ്ത്രീകൾക്കെന്നില്ല, ആർക്കും ഒന്ന് നോക്കിയാൽ കണ്ണെടുക്കാൻ കഴിയാത്ത സതാം സജ്ജനങ്ങളുടെ കർണാവിഷ്ടം ചെവി വഴി അകത്ത് വന്ന് ആത്മലഗ്നം മനസ്സിൽ പതിഞ്ഞതുപോലെ ഏതൊരു രൂപം തതഹ ന സരതി അവിടെ നിന്ന് പുറത്ത് വരുന്നില്ലതോ. അതായത് കേട്ടാലും മതി, പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല ആ മനോഹര രൂപം. യച്ഛതി ഏതൊരു തിരുമേനിയുടെ സൗന്ദര്യം കവികളുടെ വാക്കുകൾക്ക് രതിം ഉല്ലാസത്തിന് ജനയതി ഉണ്ടാക്കുന്നുവോ. കവികളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രചോദനം കൊടുക്കും അല്ലേ. നമുക്കറിയാലോ ശ്രീകൃഷ്ണകർണാമൃതമൊക്കെ അല്ലെങ്കിൽ നാരായണീയമൊക്കെ ഭഗവാനെ കണ്ടുകൊണ്ട് എഴുതണതാണ് ഭക്തന്മാരെ. അതാണ് കവി. വലിയ കവികൾക്ക്, വലിയ അറിവുള്ള കവികൾക്കൊക്കെ കവികളുടെ വാക്കിന് ഉള്ള ഒരു പ്രചോദനം കൊടുക്കണ ഒരു രൂപമാണ്. കിം നുമാനം, ലോകത്തിൽ അവരെ പറ്റി ചോദിക്കണമോ. യച്ഛ ഏതൊരു രൂപത്തിനെ വിഷ്ണോഹോ മഥനം ദൃഷ്ട വിഷ്ണോഹോ രഥഗതം ദൃഷ്ട അർജുനൻ്റെ രഥത്തിൽ ഇരിക്കുന്നതിനെ കണ്ടിട്ട് യുധി തൽസാമ്യം ഈയൂയ യുദ്ധക്ഷേത്രത്തിൽ മരിച്ചവർ അവരുടെ, അതായത് മരിച്ചവർക്കൊക്കെ മോക്ഷം കിട്ടി. ഭഗവാനെ കണ്ട് മരിച്ചവർക്ക് രഥത്തിൽ അതായത് അർജുനൻ്റെ രഥത്തിലിരിക്കുന്ന ഭഗവാനെ കണ്ട മഹാഭാരത യുദ്ധത്തിലത്തെ എല്ലാവർക്കും മോക്ഷം കിട്ടി. എങ്ങനെ അവർ ഭഗവാനെ കണ്ടുകൊണ്ട് ത്യാഗം ചെയ്തു. ആ ശരീരം എങ്ങനെയാണ് ത്യജിക്കാൻ ഇടയായത് എന്നാണ് ആര് ചോദിക്കണത്? പരീക്ഷിത് മഹാരാജാവ് അതായത് എന്താ പറഞ്ഞ, ഏതൊരു ശരീരത്തിലാണ് ഏത് ശരീരത്തിനെയാണ് നമ്മൾ നോക്കിയാൽ ആ കണ്ണുകളെ മടക്കിയെടുക്കാൻ സാധിക്കാതെ
ഗോപസ്ത്രീകളൊക്കെ കഷ്ടപ്പെട്ടുല്ലോ ഇല്ലേ? സ്ത്രീകൾ കഷ്ടപ്പെട്ടത്, ആ കണ്ണെടുക്കാൻ സാധിക്കാതെ കഷ്ടപ്പെട്ടത്. പിന്നെയോ പിന്നെ എന്താണ്, അതുപോലെ തന്നെ സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ച ഏതൊരു രൂപമാണ് അവിടെ നിന്നും വിട്ടുപോകാത്തത്? ഏതൊരു ഏതൊരു രൂപമാണ് കവികളുടെ വാക്കിന് പ്രചോദനമായിത്തീരുന്നത്? ഏതൊരു രൂപം കണ്ടാണ് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ രഥത്തിലിരിക്കുന്ന ഏതൊരു സുന്ദര രൂപം കണ്ടിട്ടാണ് എല്ലാവരും മഹാഭാരത യുദ്ധത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചു വീണ് സായുജ്യം ലഭിച്ചത്? ആ മൂർത്തി ആയിട്ടുള്ള ആ കമനീയ മൂർത്തി എങ്ങനെയാണ് ആ ശരീരം വെടിഞ്ഞത് എന്ന് ചോദിക്കുകയാണ് പരീക്ഷത്തെ. പ്രത്യാകൃഷ്ടും നമ്മളെപ്പോലെ തന്നെ പരീക്ഷത്തിന് ഭയങ്കര വിഷമമുള്ള ഇത് കേൾക്കാൻ തന്നെ. കാരണം നമ്മളും പരീക്ഷത്തിൻ്റെ കൂടെ 5 കൊല്ലമായിട്ട് ഭഗവാന്റെ കൂടെ നടക്കുകയാണല്ലോ. പ്രത്യാകൃഷ്ടും നയനമബല എത്ര ലഗ്നം ന ശേഖു കർണാവിഷ്ടം ന സരതി തതോ യദ് സതാമാത്മലഗ്നം യത് ശ്രീർവാചാം ജനയതി രതിം കിന്നു മാനം കവീനാം ദൃഷ്ട്വാ ജിഷ്ണോർയുധിരഥഗതം യച്ച തത് സാമ്യമീയുഹു. ഇങ്ങനെയൊക്കെയുള്ള ആ കമനീയ ശരീരം എങ്ങനെയാണ് ത്യജിക്കാൻ ഇടയായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ത്യജിച്ചത് അവസാനം? അപ്പോൾ ഇനി ശുഖബ്രഹ്മർഷിയുടെ ഉത്തരാണ് കേട്ടോ. ഹൃഷിരുവാച ദിവിഭുവ്യന്തരീക്ഷേ ച മഹോത്പാതാൻ സമുത്ഥിതാൻ ദൃഷ്ട്വാസീനാൻ സുധർമായാം കൃഷ്ണപ്രാഹയദൂനിതം. അതായത് ദുർനിമിത്തങ്ങളെ കാണാൻ തുടങ്ങിയെന്ന് പറയാണ് ശുഖബ്രഹ്മർഷി. എന്തറിയോ? ദിവി ആകാശത്തിലും, ഭുവി ഭൂമിയിലും, അന്തരീക്ഷത്തിലും, മഹോത്പാതാൻ തന്നെ ഉണ്ടാകുന്ന ദുശകുനങ്ങൾ സമുദ്ധിതാൻ ദൃഷ്ട ഉണ്ടാവുന്നത് കണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ സുധർമായാം ആസീനാൻ സുധർമ്മ എന്ന സഭയിൽ ഇരിക്കുന്ന യദൂൻ യാദവരെ നോക്കി ഇതം പ്രാഹ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പിന്നെ അവിടുന്ന് വന്നിട്ട് സുധർമ്മയിൽ പോയി. സുധർമ്മയാണ് ഈ ദർബാർ ഹാളാണ് സുധർമ്മ. അപ്പോൾ ഭഗവാൻ പറയാണ് ഭഗവാൻ അത് കഴിഞ്ഞപ്പോഴേക്കും ഉദ്ധവൻ പോയപ്പോഴേക്കും അവിടെ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. കാരണം യദുകുലത്തിൻ്റെ അവസാനം ആവാറായി, അവസാനിക്കാതെ പറ്റില്ല, ബ്രാഹ്മണശാപം ഫലിക്കണം. മാത്രമല്ല ഭഗവാന്റെ അവതാരോദ്ദേശം കഴിഞ്ഞ് പോവാറായി. നമുക്കറിയാലോ, യാദവന്മാരിൽ പലരും ഋഷിമാരും വലിയ വലിയ ഋഷിമാരും ദേവന്മാരും ഒക്കെയാണേ. അവർക്കൊക്കെ അവരുടെ ശരീരം ഉപേക്ഷിച്ച് പോവാറായി. അതിനൊരു കാരണമായി എന്നേ ഉള്ളൂ, ബ്രാഹ്മണശാപേ. അങ്ങനെയാണ് ഭഗവാന്റെ സങ്കല്പം, അങ്ങനെ പോകണമെന്നാണ്. അതുകൊണ്ട് അങ്ങനെ ആയിന്നേ ഉള്ളൂ. ബലരാമനും എല്ലാവർക്കും പോവാറായില്ലോ. അപ്പോൾ പിന്നെ ശരീരം എടുത്താൽ മർത്യനായി ജനിച്ചാൽ മരണം വേണമല്ലോ. മർത്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ആരും മർത്യനായി ജനിച്ചാൽ ശരീരം ഉപേക്ഷിക്കണം. ഭഗവാനൊക്കെ ഇപ്പോൾ ഒരു മരണം എന്നൊന്നും പറയാൻ പാടില്ല എന്ന് മാത്രം. കാരണം ഭഗവാൻ ദേഹത്തിലിരിക്കുമ്പോഴും ദേഹാഭിമാനമൊന്നുമില്ല. അപ്പം മരണമല്ല ഭഗവാന്. ശ്രീരാമനൊന്നും മരണമല്ല. പക്ഷേ ആ ദേഹം ഉപേക്ഷിക്കണം എന്തായാലും എല്ലാവർക്കും. അപ്പോൾ ഈ ഭൂമിയിലും ആകാശത്തിലും അന്തരീക്ഷത്തിലും ഒക്കെ ഒരു കാരണവും കൂടാതെ ഒരുപാട് ദുശകുനങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അവർക്കൊന്നും അറിയില്ലല്ലോ യാദവന്മാർക്ക്. ഇങ്ങനെ വരാൻ പോണ ആപത്തിനൊന്നും അവർ വിചാരിച്ചതിപ്പോൾ എന്താണ് ഇരുമ്പൊലയ്ക്ക രാഗി പൊടിച്ച് കളഞ്ഞപ്പോൾ ഇനിയൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുക. അപ്പോൾ അവരോട് പറഞ്ഞു, സുധർമ്മയിൽ ഇരുന്നും കൊണ്ട് ഭഗവാൻ യാദവന്മാരോട് പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു എന്ന് പറയാണ്. എന്താ പറഞ്ഞ ഭഗവാൻ എന്നാണ് പറയണത്. അതായത് പ്രഭാസ തീർത്ഥത്തിലേക്ക് എല്ലാവരും പോകണമെന്ന് പറയും ഭഗവാനെ. അപ്പോൾ ഋഷിരുവാച ദിവിഭുവ്യന്തരീക്ഷേച മഹോത്പാതാൻ സമുത്ഥിതാൻ ദൃഷ്ട്വാസീനാൻ സുധർമായാം കൃഷ്ണപ്രാഹയദൂനിതം. ശ്രീ ഭഗവാനുവാച. ഇനി ഭഗവാൻ പറയാണ് അവരോട്, നമുക്ക് ഇനി ഇവിടെ താമസിച്ചാൽ പറ്റില്ല. ദ്വാരകയിലുള്ളവരെ പറ്റുന്നവരെല്ലാം, അതായത് യാത്ര ചെയ്യാൻ പറ്റുന്നവരൊക്കെ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകണം എന്ന് പറയാണ്. ശ്രീ ഭഗവാനുവാച ഏതേ ഘോരാ മഹോത്പാദാം ദ്വാർവത്യം യമകേതവഃ മുഹൂർത്തമപി നസ്ഥേയമത്ര നോ യദുപുംഗവാഹ. 5 യദുപുംഗവാഹ യാദവോത്തമന് യമകേതവ മരണഭയം സൂചിപ്പിക്കുന്ന, മരണം വരുന്നു എന്ന് നമുക്ക് സൂചന തരുന്ന
ഏതേ മഹോത്പാതാഹ, എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ, ഘോരാഹ, വളരെ ശക്തമായിട്ട് കാണാണ്ട്, നഹ ആയതുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ന് തന്നെ പറയണം, നമ്മൾ എന്നാ ഭഗവാൻ പറയണം, നാം അത്ര ഈ സ്ഥലത്തിൽ മുഹൂർത്തം അഭി, ഇനി ഒരു ക്ഷണം പോലും സ്ഥേയം ഇരിക്കുവാൻ പാടില്ല. എന്താ ഭഗവാൻ പറഞ്ഞവരോട്? ദുർനിമിത്തങ്ങൾ കാണുന്നു ഇവിടെ അപ്പം എന്തോ നമുക്ക് മരണത്തിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഘോരമായിട്ടുള്ള ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ ഒരു നിമിഷം പോലും താമസിക്കുന്നത് സേഫല്ല. അതുകൊണ്ട് ഇവിടെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ. ഏതേ ഘോരാമഹോത്പാദാദ്വാർവത്യം യമകേതവ മുഹൂർത്തമഭിനസ്ഥേയമത്ര നോയതു പുങ്കവാഹ. ഇവിടെ നമുക്ക് ഒരു ഒട്ടും സമയം ഇവിടെ ചെലവഴിക്കാൻ പറ്റില്ല. എന്തൊക്കെയോ മരണം അടുത്തു വരുന്നു സൂചിപ്പിക്കുന്ന ദുർനിമിത്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന്. ഇനി 6, സ്ത്രീയോ ബാലാശ്ച വൃദ്ധാശ്ച ശംഖോദ്ധാരം വ്രജന്വിതഃ വയം പ്രഭാസം യാസ്യാമോ യത്ര പ്രത്യക് സരസ്വതി. 6, സ്ത്രീയഃ ബാലാഹ ച, സ്ത്രീകളും ചെറിയ കുട്ടികളും, വൃദ്ധൗ ച, വൃദ്ധന്മാരും, നടക്കാൻ പറ്റില്ലല്ലോ. ഇതാ ഇവിടെ നിന്ന് ശംഖോദ്ധാരം എന്ന സ്ഥലത്തേക്ക് വ്രജന്തു പോകണം. വയം നമ്മളൊക്കെ എത്ര സരസ്വതി പ്രത്യക്, സരസ്വതി നദിയുടെ പടിഞ്ഞാറ് നോക്കിയിട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ പ്രഭാസ തീർത്ഥത്തിലേക്ക് യാസ്യാം പോകാം. എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ ഭഗവാൻ നല്ല ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് നടക്കാനും ഒന്നും വയ്യാത്ത ആൾക്കാർ, സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഇവിടെ തന്നെ അടുത്തുള്ള അധിക അകലെയല്ലാത്ത ശംഖോദ്ധാരം എന്നുള്ളൊരു സ്ഥലമുണ്ട്, അവിടേക്ക് മാറണം. ആരും ദ്വാരകയിൽ ഇരിക്കരുത്. കാരണം അത് ഒരു ഐലൻഡാണല്ലോ. അപ്പോൾ സമുദ്രം വന്നാൽ മുങ്ങാനൊക്കെ എളുപ്പമല്ലേ. അപ്പോൾ ആരും ദ്വാരകയിൽ ഇരിക്കണ്ട. ദുർനിമിത്തങ്ങളെ പറയുമ്പോൾ എന്താ അറിയോ, ഈ കൊടുങ്കാറ്റ് മഴ ഒക്കെ വരണ വെള്ളം ഭയങ്കര കടലിൽ ക്ഷോഭിക്കുമല്ലോ. അപ്പോൾ ദ്വാരകയിൽ ആരും ഇരുന്നാൽ പറ്റില്ല എന്നാണ് പറയുന്നത്. ആരും തന്നെ, ഈവൻ വൃദ്ധന്മാരെയും കുട്ടികളെയും കൂടിയും ട്രാൻസ്പോർട്ട് ചെയ്യണം ഈ ശംഖോദ്ധാരം എന്നുള്ള ദിക്കിലേക്ക്. മറ്റേ പ്രഭാസതീർത്ഥം കുറച്ച് അകലെയാണ്, സരസ്വതി എന്നുള്ള പടിഞ്ഞാറാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഇവർക്ക് പറ്റില്ല. അപ്പോൾ ഇവരെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ദ്വാരകയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ശംഖോദ്ധാരം എന്നുള്ള സ്ഥലത്തേക്ക് മാറ്റണം. നമുക്കെല്ലാവർക്കും സരസ്വതി നദിയുടെ അടുത്തുള്ള ആ പ്രഭാസ തീർത്ഥത്തിലേക്ക് പോവാം. സ്ത്രീയോ ബാലാശ്ച വൃദ്ധാശ്ച ശംഖോദ്ധാരം വ്രജന്വിതഃ വയം പ്രഭാസം യാസ്യാമോ യത്ര പ്രത്യക് സരസ്വതി. നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 7, തത്രാഭിഷിച്യ ശുചയ ഉപോഷ്യ സുസമാഹിതാഃ ദേവതാഃ പൂജയിഷ്യാമഃ സ്തപനാലേപനാർഹണൈഃ. തത്ര ആ സ്ഥലത്തിൽ അഭിഷിച്യ സ്നാനം ചെയ്ത് ശുചയ ശുദ്ധന്മാരായി, അതായത് പരിശുദ്ധന്മാരായി, നല്ല പരിശുദ്ധ തീർത്ഥാണല്ലോ പ്രഭാസം. സുസമാഹിത ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി ഉപവാസം അനുഷ്ഠിച്ച്, അത് ഉപോഷ്യ മീൻസ് ഉപവാസം അനുഷ്ഠിച്ചിട്ട് സ്നാനാലേപനാർഹണീഹി അഭിഷേകം, ചന്ദനം, അർച്ചന ഇവകളാൽ ദേവതാഹ പൂജയിഷൻ ദേവന്മാരെ പൂജിക്കാം. നമുക്ക് ഭഗവാൻ പറയുകയാണ്, നമുക്ക് പ്രഭാസ തീർത്ഥത്തിൽ ചെന്നിട്ട് അവിടുത്തെ ആ തീർത്ഥത്തിൽ നല്ലോണം കുളിച്ച് ശുദ്ധമായിട്ട് ഏകാഗ്രചിത്തരായിട്ട് അഭിഷേകം കൊണ്ടും കുറിക്കൂട്ടുകൾ കൊണ്ടും മറ്റ് പൂജാ സാധനങ്ങൾ ഉപയോഗിച്ചും ദേവന്മാരെ പ്രാർത്ഥിച്ചിരിക്കാം. കാരണം അത്ര കഷ്ടകാലമാണ്. അപ്പോൾ ഈശ്വരന്മാരെ ശരണം പ്രാപിക്കും അത്രേ വഴിയുള്ളൂ എന്നുള്ള നിലയ്ക്ക് പറയാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പം അതങ്ങി ചെയ്യാനുള്ളൂ എന്ന് പറയാണ്. എന്താണ്, സരസ്വതിയുടെ പടിഞ്ഞാറ് ദിക്കിലേക്ക് ഒഴുകുന്ന ആ സ്ഥലത്ത് അവിടെ കുളിച്ച് ഉപവസിച്ച് നല്ല ധ്യാന നിരതന്മാരായിട്ട് നമുക്ക് അഭിഷേകം കൊണ്ടും എന്തൊക്കെയാണ് പൂജാദ്രവ്യം നമുക്ക് പറ്റുന്ന പോലെ ദേവതമാരെ ഒക്കെ പൂജിക്കാം എന്ന് പറഞ്ഞു. അതല്ലാണ്ട് ആപത്ത് ഒഴിവാക്കി കിട്ടാൻ ഒരു വഴിയില്ല എന്ന് പറയാണ് ഭഗവാൻ തന്നെ. തത്രാഭിഷിച്യ ശുചയ ഉപോഷ്യ സുസമാഹിതാഃ ദേവതാഃ പൂജയിഷ്യാമ സ്നപനാലേപനാർഹണൈഃ. ഒരു 8 കൂടി ചെയ്ത് നിർത്താട്ടോ. ബ്രാഹ്മണാംസ്തു മഹാഭാഗാൻ കൃതസ്ത്വസ്തേന വയം ഗോഭൂഹിരണ്യവാസോഭിർ ഗജാശ്വരഥവേശ്മഭിഃ. എന്താണ്
8 മഹാഭാഗ്യവാന്മാരായിട്ടുള്ള ബ്രഹ്മജ്ഞാനികളെ നാം കൃതസ്വസ്ഥേനാഹ അവരാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഗോഭൂഹിരണ്യവാസോഭി പശുക്കൾ ഭൂമി സ്വർണം വസ്ത്രങ്ങൾ ഇവകളാലും ഗജാശ്വരഥവേഷ്മഭി ആന കുതിര തേര ഇതുകളാലും പൂജിക്കാം. നമുക്ക് ബ്രഹ്മജ്ഞാനികളെ ഈ സരസ്വതീന്ദ്ര അടുത്തൊക്കെ ഒരുപാട് നല്ല ബ്രഹ്മജ്ഞാനികളുണ്ടാവേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് അവിടെ പ്രഭാസതീർത്ഥത്തിൻ്റെ 4 പുറമുള്ള ബ്രഹ്മജ്ഞാനികളെ ഒക്കെ നമുക്ക് നമ്മുടെ സ്വത്തുകളായിട്ടുള്ള പശുക്കളും ഭൂമിയും സ്വർണവും വസ്ത്രങ്ങളും ഒക്കെ കൊടുത്തിട്ട് ആന കുതിര തേര ഇതൊക്കെ അവർക്ക് സമർപ്പിച്ച് നമുക്ക് പൂജിക്കാം എന്ന് പറയാണ്. അതായത് ദേവന്മാരെ പൂജിക്കാം, ബ്രഹ്മജ്ഞാനികളെ പൂജിക്കാം. ഇനിയിപ്പോൾ അതാണ് ചെയ്യാനുണ്ടായിട്ടുള്ള നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം അതാണ് ഉള്ളൂ എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ നമുക്ക് ബ്രഹ്മജ്ഞാനികളെയും പൂജിക്കാം, ദേവന്മാരെ പൂജിക്കുന്നതോടൊപ്പം എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താട്ടോ. ബ്രാഹ്മണാംസ്തു മഹാഭാഗാൻ കൃതസ്വസ്തേന വയം ഗോഭൂഹിരണ്യവാസോഭിർഗജാശ്വരഥവേഷ്മഭി. അതായത് നമുക്കിനി പ്രാർത്ഥിച്ചിരിക്കല്ലാതെ യാതൊരു വഴിയില്ല എന്ന് പറയാണ്. അതായത് നമുക്ക് അവരെ കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ബ്രാഹ്മണരെ കൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികളെ കൊണ്ട് സ്വസ്തേന കർമ്മങ്ങളൊക്കെ നടത്തിച്ച് അവർക്ക് പശു ഭൂമി സ്വർണം വസ്ത്രം ആന കുതിര തേര വീട ഇവയൊക്കെ നൽകി അവരെ സന്തോഷിപ്പിക്കാം. എന്നിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങണമെന്ന് പറയാണ്. അതായത് ബ്രഹ്മജ്ഞാനികളുടെയും ഗോക്കളുടെയാണ് പൂജയാണത്രേ അങ്ങനെയുള്ള കഷ്ടകാലം വരുമ്പോൾ വേണമെന്ന് പറയണതേ. അപ്പോൾ അതാണ് ഇതിൽ ഭഗവാൻ ഉപദേശിക്കുന്നത്. അപ്പം അത് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. നാളെ 9 തൊട്ട് നാളെ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.